നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. ഇ.പി. ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. മറുപടി പറയും. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അതിൽ അന്വേഷണം വേണമെന്നും ഇ.പി. ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് പോകാതിരിക്കേണ്ട കാരണം ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇ.പി. നിലപാട് വ്യക്തമാക്കുകയാണ്. പിന്മാറാനല്ല, മറുപടി പറയാൻ തന്നെയാണ് തീരുമാനം. സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. പറയും. പാർട്ടി ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ആരോപണം പൊടിതട്ടിയെടുത്തത് തന്നെയും കുടുംബത്തെയും അവഹേളിക്കാനാണ്. ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇ.പി. ജയരാജൻ വിശ്വസിക്കുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ ഇ.പി. നേരത്തെ ആലോചിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പാർട്ടി കമ്മിറ്റികളും മുന്നണി യോഗങ്ങളും ഒഴിവാക്കി. AKG സെന്ററിലും വരാതെയായി. പക്ഷേ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആരോപണം നിഴലിൽ നിൽക്കുമ്പോൾ പിന്മാറിയാൽ താൻ തെറ്റ് ചെയ്തുവെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഇ.പി.യുടെ തിരിച്ചുവരവ്. പി ജയരാജനെതിരെയുള്ള ആരോപണങ്ങളിലും അന്വേഷണം വേണമെന്ന് ഇ.പി. ആവശ്യപ്പെട്ടേക്കും. വിവാദ വിഷയം CPM പൊളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തെങ്കിലും സംസ്ഥാന നേതൃത്വം തന്നെ പരിഹാരം കാണണമെന്നായിരുന്നു നിർദ്ദേശം. ഇ.പി. ജയരാജന്റെ വിശദീകരണം കേട്ട ശേഷമാകും അന്തിമ തീരുമാനം. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇ.പി. ജയരാജനെതിരായ വിവാദത്തിൽ നിർദ്ദേശവുമായി CPM കേന്ദ്ര നേതൃത്വം. ചേരിതിരിവിലേക്ക് പോകാതെ വിഷയം കരുതലോടെ കൈകാര്യം ചെയ്യണം. അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാം. വിഷയം CPM പൊളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തില്ല. വൈദികം ആയുർവേദ റിസോർട്ടിലെ PK ഇന്ദിരയുടെ ഓഹരി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇ.പി. ജയരാജൻ കൂടുതൽ പ്രതിരോധത്തിലായി. LDF കൺവീനറുടെ ഭാര്യയ്ക്കാണ് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഓഹരിയെന്ന് CEO തോമസ് ജോസഫ് ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. റിസോർട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. വിവാദമായ വൈദികം ആയുർവേദ റിസോർട്ടിൽ നാമമാത്രമായ ഓഹരികളെ കുടുംബാംഗങ്ങൾക്കുള്ളൂ എന്ന ഇ.പി. ജയരാജന്റെ വാദം ഇനി നിലനിൽക്കില്ല. LDF കൺവീനറുടെ ഭാര്യയ്ക്കും മകനും 91.99 ലക്ഷത്തിന്റെ ഓഹരികളാണ് സ്ഥാപനത്തിലുള്ളതെന്ന് CEO തന്നെ സ്ഥിരീകരിച്ചു. 2014 ശ്രീ ജെയ്സനും രമേഷ് കുമാറും മറ്റു 3 പേരും ചേർന്ന് ഈ 5 ആളുകൾ ചേർന്ന് ആരംഭിച്ച ഈ ആശുപത്രിയിലെ ഇന്നത്തെ ഷെയർ ഹോൾഡിംഗ് നോക്കിയാൽ ജെയ്സനും ജെയ്സന്റെ അമ്മയ്ക്കും കൂടി ചേർന്നുള്ള ഷെയർ ഹോൾഡിംഗ് 91 ലക്ഷം രൂപ വരും. ജെയ്സന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോ ജെയ്സന്റെ പേരിലുണ്ടായിരുന്ന 2000 ഷെയർ കൂടി അദ്ദേഹത്തിന് ഇതൊന്നുമായി ബന്ധപ്പെട്ട് പോവാൻ പറ്റാത്ത വിധത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായ സാഹചര്യത്തിൽ ആ ഷെയർ ശ്രീമതി PK ഇന്ദിരയുടെ പേരിലേക്ക് മാറ്റിയത് കൊണ്ടാണ് അവർക്ക് ഈ ഇത്രയും ഷെയർ വരുന്നത്. പയ്യന്നൂരിൽ നടന്ന സംസ്ഥാന ആയോധന കലാമേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഇ.പി. ജയരാജൻ വിവാദങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചില്ല. ശത്രുക്കളെ ആകമാനം നിരീക്ഷിക്കുകയാണ് ആയോധന കലയുടെ പ്രത്യേകതയെന്ന് പ്രസംഗത്തിനിടെ LDF കൺവീനർ. ബുദ്ധിപരമായി ഈ ആയോധന കലകളിൽ പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന ഭാഗം ശത്രുവിനെ ആകെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ശത്രുവിൻ്റെ എല്ലാ നീക്കങ്ങളും സെക്കൻഡ് പോലും ഉണ്ടാകില്ല. ആ സെക്കൻഡ് പോലും ഇല്ലാത്ത പ്രത്യാക്രമണത്തെയും നിരീക്ഷിച്ചുകൊണ്ട് വേണം ആക്രമണം നടത്താൻ. ആ ആക്രമണങ്ങൾ ഏത് ഭാഗത്തുനിന്ന് വരുന്നുവെന്ന് നിശ്ചയമുണ്ടാകില്ല. കണ്ണൂർ കപ്പക്കടവിൽ തന്നെ അനുകൂലിച്ചുയർന്ന ഫ്ലെക്സ് ബോർഡ് നീക്കാൻ പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയതായി പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്നലെയാണ് പി ജയരാജനായി അഴീക്കോട് ഫ്ലെക്സ് ഉയർന്നത്. പ്രവർത്തകർ ജാഗ്രത കാട്ടണം എന്ന് ഫേസ്ബുക്കിൽ കുറിക്കുന്ന പി ജയരാജൻ പക്ഷേ താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ടു പോയിട്ടില്ല. ക്യാമറാമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഇ.പി. ജയരാജനെതിരെ അന്വേഷണത്തിന് വിജിലൻസ് സർക്കാരിനോട് അനുമതി തേടി. വൈദികം റിസോർട്ട് നിർമ്മാണത്തിന് പഞ്ചായത്തിന് മതിയായ അനുമതിയില്ല എന്ന വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രാഥമിക അന്വേഷണത്തിന് അനുമതി തേടിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, നിർണായകമായിട്ടുള്ള ഒരു നീക്കം അത് സർക്കാരിന്റെ ഒരു നിലപാടായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയില്ലേ? വിവരങ്ങൾ എന്താണ്? അപർണ, തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് അനുമതി തേടിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ശരിയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ അത്തരത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയ
അനുമതി നൽകിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം രണ്ട് ധ്രുവങ്ങളിലായി നിന്നുകൊണ്ട് EP ജയരാജനെ അനുകൂലിക്കുന്നവരും എതിർക്കും ഇങ്ങനെ ശക്തമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാക്കൂര് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ കൂടി ഈ വിഷയം ഏറ്റെടുത്ത സാഹചര്യം ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി വിജിലൻസ് ഡയറക്ടർക്ക് ലഭിക്കുകയും ചെയ്തത്. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാടുകൾ തന്നെയാകും ഇനി നിർണായകമാകുക. അത് ഏത് സമയപരിധിക്കുള്ളിലേക്ക് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ ആവും എന്നുള്ള സൂചനകളാണ് വിജിലൻസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. ഡാൻ, സർക്കാരിന്റെ അടുത്ത നീക്കത്തെ ഏത് രീതിയിൽ പ്രവചിക്കാനാകും ഈ നിമിഷത്തിൽ? അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ കൈക്കൊണ്ടേണ്ടത്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള മറ്റ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഒരു സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ ഉണ്ടാകുക. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വിജിലൻസിനുൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയെന്ന് ഷാഫി പറമ്പിൽ. കോടതിയിൽ പോകുന്നതിനായി യൂത്ത് കോൺഗ്രസ് നിയമോപദേശം തേടി. വിജിലൻസിനെ CPM പാർട്ടിവൽക്കരിച്ചുവെന്നും വിജിലൻസിന് അനങ്ങാപ്പാറ നയമാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CPM നേതാക്കന്മാർ നടത്തിയ വിവാദ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി വരുത്താനും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നിയമലംഘനങ്ങൾക്കും ഉത്തരവാദികളായ ആളുകൾക്കെതിരെ സത്യസന്ധമായ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ച് നടപടികളെടുക്കാനും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്താണ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. വിജിലൻസിനെ പൂർണ്ണമായും പാർട്ടിവൽക്കരിച്ച് പാർട്ടിയുടെ ഒരു പോഷക സംഘടന പോലെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തിരുവനന്തപുരം വർക്കലയിൽ 17-കാരിയെ കഴുത്തറുത്തു കൊന്നു. വർക്കല വടശ്ശേരിക്കോണം സ്വദേശിനി സംഗീതയാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ തിരുവനന്തപുരം റൂറൽ SP D ശിൽപയും സംഭവസ്ഥലത്ത് എത്തി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, പരിശോധന ഏത് രീതിയിലാണ്? കൊലപാതകത്തിന്റെ മോട്ടീവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സ്ഥിരീകരണങ്ങളെല്ലാം ഏതെല്ലാം തരത്തിലാണ്? സംഗീതയുടെ വർക്കലയിലുള്ള വീട്ടിലാണ് ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ SP D ശിൽപയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന സംഗീതയുടെ കാമുകൻ നൽകിയിരിക്കുന്ന മൊഴി, അതിൻ പ്രകാരമുള്ള വിവരങ്ങൾ അത് വിശദമായി തന്നെ വസ്തുനിഷ്ഠമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് യുവതിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് താൻ സംശയിച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള സംശയത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു കൊലപാതകമാണ് ഇത് എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് പ്രാഥമികമായ ചോദ്യം ചെയ്തതിനു ശേഷം എത്തുന്നത്. മറ്റൊരു ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ച് യുവതിയോട് പുലർച്ചെ 1:30 വീടിന് പുറത്തേക്ക് എത്താൻ യുവാവ് പറഞ്ഞു എന്ന കാര്യം പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം കോൾ ഡേറ്റ റെക്കോർഡുകളിലടക്കം അതുമായി ബന്ധപ്പെട്ട് ഈ ഫോൺ കോളുകൾ പോയിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടയിൽ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതിയുടെ മൊബൈൽ ഫോൺ കാണാനില്ല എന്ന തരത്തിലുള്ള ചില സൂചനകളുമുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ യുവതിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടികളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റൈറ്റ്, ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ഭിന്നശേഷിക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. പരപ്പനങ്ങാടി സ്വദേശികളായ മുനീർ, സജീർ, പ്രജീഷ് എന്നിവരെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്രയിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു യുവതി. പരപ്പനങ്ങാടിയിലെത്തിയ യുവതിയെ സഹായ വാഗ്ദാനം നൽകിയാണ് പ്രതികൾ പീഡനത്തിനിരയാക്കിയത്. പിടിയിലായവരിൽ ഓട്ടോ ഡ്രൈവറുമുണ്ട്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരെ പിടികൂടിയത്. പത്തനംതിട്ടയിൽ പോലീസുകാരൻ ചമഞ്ഞ് യുവതിയെ കടന്നുപിടിച്ചു. പന്തളം കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് മുന്നിലാണ് സംഭവം. നടപ്പാതയിലൂടെ യുവതി പോകുമ്പോൾ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയ ശേഷം കടന്നുപിടിക്കുകയായിരുന്നു. സംഭവത്തിൽ പന്തളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ്. കേസിൽ BJP ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടിക്കെതിരെയും തെളിവില്ലെന്ന് തിരുവനന്തപുരം CJM കോടതിയിൽ CBI റിപ്പോർട്ട് നൽകി. വിഷയത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം ഉമ്മൻചാണ്ടിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകില്ല എന്ന് പരാതിക്കാരി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സോളാർ വിവാദമാണ് CBIയുടെ കണ്ടെത്തലുകളോടെ
കെട്ടടങ്ങുന്നത്. പി ജെ പോരിൽ പ്രതിരോധത്തിലായ LDF-ന് സോളാർ കേസിൽ കഴമ്പില്ലെന്ന് കാണിച്ച് CBI CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇരട്ടപ്രഹരമായി. ക്ലിഫ് ഹൌസ് കേന്ദ്രീകരിച്ച് CBI നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിക്കാരിയുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയത്. പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള തീയതികളിലും സമയത്തും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ക്ലിഫ് ഹൌസ് ജീവനക്കാർ ഉൾപ്പെടെ 100 പേരിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട് CBI സംഘം മൊഴിയെടുത്തിരുന്നു. പരാതിക്കാരിയുടെ വസ്ത്രങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ ആരോപണം തെളിയിക്കുന്നതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തമാക്കിയുള്ള റിപ്പോർട്ട് CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. CPM-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സോളാർ കേസ് എന്നതോടെ വ്യക്തമായിരിക്കുകയാണെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ഏതായാലും അദ്ദേഹം ആത്മശുദ്ധി വരുത്തി പത്തരമാറ്റുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അതോടുകൂടി തന്നെ സോളാർ കേസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്നുകൂടി ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു. നേതാക്കളെ അപമാനിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വമായി ചെയ്താൽ അപ്പോൾ തീയിൽ കാച്ചിയ പൊന്നുപോലെ അവരെല്ലാം ഇത് നിയമപരമായ എല്ലാ അന്വേഷണങ്ങളും നടത്തി ഒരു തെളിവുമില്ലാത്തൊരു കേസാണ് ഇത് എന്ന് CBI തന്നെ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരോടും അവരുടെ കുടുംബത്തോടും പൊതുമാപ്പ് പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള സമുന്നത നേതാക്കളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുവാനും കളങ്കിതനാക്കാനുമുള്ള വളരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയാണ് സോളാർ കേസിലെ പരാതിയുടെ പിന്നിലുള്ളത്. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നന്ദി പറയുകയാണ്. കാരണം CBI ഏറ്റെടുത്തതുകൊണ്ടാണ് സത്യം പുറത്തു വന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ പോലീസായിരുന്നുവെങ്കിൽ കേസിന്റെ മറ്റൊന്നാവുകയായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നതായും മറ്റുള്ളവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമായിരുന്നു പരാതിക്കാരിയുടെ പ്രതികരണം. പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഓൾറെഡി IPനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും കോടതിയിൽ നിന്ന് സമൻസ് വരുന്ന മുറയ്ക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ എന്താണെന്നുള്ള തീരുമാനം അഭിഭാഷകരുമായിട്ട് കൂടിയാലോചിക്കുകയാണ്. കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, MP-മാരായ ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, മുൻ മന്ത്രി AP അനിൽകുമാർ തുടങ്ങിയവരെ നേരത്തെ തന്നെ കേസിൽ കുറ്റവിമുക്തരാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കാൻ വേണ്ടി CPM-ഉം BJP-യും സ്വീകരിച്ച നടപടിയാണ് സോളാർ കേസെന്ന് ഷാഫി പറമ്പിൽ. CPM-ന്റെ ചട്ടുകമാണ് പരാതിക്കാരി. അവരുടെ ദയയൊന്നും ആർക്കും വേണ്ട. ഉമ്മൻചാണ്ടി ഏതന്വേഷണത്തിനും തയ്യാറായിരുന്നു. CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണത്തിൽ അന്വേഷണത്തിന് പോലും സർക്കാർ ഉത്തരവിടുന്നില്ല. കേന്ദ്ര ഏജൻസികൾക്കും മിണ്ടാട്ടമില്ലെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CPM-ന്റെ ഒരു ചട്ടുകം മാത്രമാണ്. ഇടക്കാലത്ത് ഭരണത്തിലേക്ക് വരാനും ഭരണത്തിന് തുടർച്ചയുണ്ടാക്കാനും എന്തെങ്കിലും പൊളിറ്റിക്കലി ക്ഷീണമുണ്ടാകുമ്പോൾ പുറത്തെടുക്കാൻ കഴിയാവുന്ന CPM-ന്റെ ഒരു തുറുപ്പ് ചീട്ട് മാത്രമായിരുന്നു അവർ. ഉമ്മൻചാണ്ടിയുടെ ജീവിതവും രാഷ്ട്രീയ ജീവിതവും പ്രവർത്തനവും ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു. അതിന്റെ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാവണമെന്ന്. ഇവിടെ അതിനേക്കാൾ എത്രയോ 1000 മടങ്ങ് ഇരട്ടി ഗൗരവമുള്ള ഒരു ആരോപണം വന്നിട്ട് എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തേണ്ട ഏജൻസികൾ ഈ പറയുന്ന ഗവൺമെന്റുകളുടെ ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനകളെ പോലെ അവര് മൗനത്തിലിരിക്കുന്നത്? ആ ചോദ്യങ്ങൾക്കാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ഉത്തരം വേണ്ടത്. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് PM സലാം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് 12 കൊല്ലം കഴിഞ്ഞ് ഇത്തരം ഒരു കാര്യങ്ങളുമായി വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം കൂടി കൂട്ടിയിട്ട് കുഴക്കാം എന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെടും. മുസ്ലിം ലീഗ് പറഞ്ഞല്ലോ, ഞങ്ങൾ UDF-ന്റെ ഭാഗമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു. UDF-നെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗ് എല്ലാ ശ്രമങ്ങളും നടത്തും. ഒരു സംശയമില്ല, അത് തന്നെയാണ്. അല്ലാതെ ഒരു മാറ്റവും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമമൊന്നുമില്ല. അല്ല, അദ്ദേഹം ഏത് സാഹചര്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ പറയുന്നു വേറെ ഉദ്ദേശം, ഞങ്ങൾ പറയുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു അർത്ഥത്തിലാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. വ്യക്തമായ പ്രതികരണം അദ്ദേഹം നടത്തേണ്ടിയിരുന്നതല്ലേ ഈ വിഷയത്തിൽ? അല്ല, അത് അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്. മുസ്ലിം ലീഗിന് അത്തരമൊരു ആവശ്യമില്ല അദ്ദേഹത്തോട് അങ്ങനെ. അല്ല, അത് ഞങ്ങൾ UDF-ലും അതിൻ്റെ അകത്തും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും.
ഈ ഗൂഢാലോചന എന്ന് പറയുമ്പം ഈ UDF-നകത്ത് നിന്ന് തന്നെ ഉണ്ടായ ഗൂഢാലോചനയാണോ? അല്ല, അകത്താണോ പുറത്താണോ എന്ന് ഗൂഢാലോചന അന്വേഷിച്ച് പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. ഇതിന്റെ പിറകിൽ ആരാണ്? രാഷ്ട്രീയ ശത്രുക്കളാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങളാകാം, എല്ലാം ആകാം. അത് ഏതായാലും ഞങ്ങൾ ആരെയും പറയുന്നില്ല, ആരുടെയും മുകളിൽ ചാർത്തുന്നുമില്ല. പക്ഷേ വ്യക്തമായ, നിഷ്പക്ഷമായ, നീതിപൂർവമായ, സത്വരമായ അന്വേഷണം നടത്തിയിട്ട് ഇതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം. കുഞ്ഞാലിക്കുട്ടി സാബയുടെ സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു വിവാദം വന്നതിന് ശേഷം എന്താണ് ഇങ്ങനെ പുറത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ? ആ വിവാദത്തെ കുറിച്ചല്ല ഞങ്ങൾ ഇന്നും മുസ്ലിം ലീഗിനെ കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും ഞങ്ങളുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ പുരോഗതിയെക്കുറിച്ചൊക്കെ ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. അരിയിൽ ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം വ്യാജമാണെന്നാണ് PMA സലാം പ്രതികരിച്ചത്. മാത്രമല്ല, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ രീതിയിലുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. നിയമ നടപടികളുമായി, ഈ ആരോപണത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും PMA സലാം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ആരോപണം വ്യാജമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. ആ നിലപാട് തന്നെയാണ് PMA സലാമിന്റെ വാക്കുകളിലൂടെ ലീഗിന്റെ നിലപാടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തിരിക്കുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. ലീഗ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിഷയത്തിനകത്തിന് UDF-നകത്ത് K സുധാകരൻ സ്വീകരിച്ച നിലപാടിന് ഒരു പക്ഷേ അതിൽ ചോദ്യങ്ങൾ ഉയർന്നേക്കാം. ആ രീതിയിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? അത് PMA സലാമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ലീഗ് ഈ വിഷയത്തിനകത്ത് ഒറ്റ നിലപാടാണ്, അത് കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ട് ഈ ആരോപണം ഗൂഢാലോചന തന്നെ. അനുമോദ്, ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ലീഗ്. ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്നത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതിരോധിക്കുന്നത്. കാരണം ഇതൊരു വ്യാജ ആരോപണമാണ്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം വേണം. നിയമപരമായിട്ട് ഇക്കാര്യം നേരിടും. ലോയേഴ്സ് ഫോറം ഇത് സംബന്ധിച്ചുള്ള പരാതി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ ഹരീന്ദ്രൻ വക്കീൽ ഒരു വെളിപ്പെടുത്തലും നടത്താതെ ഇപ്പോഴിങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ പറ്റി അറിയുന്നില്ല. മുൻപ് അദ്ദേഹം CMP-യിലും മറ്റും പ്രവർത്തിച്ചിരുന്നതായിട്ട് അറിയാം. മറ്റ് കാര്യങ്ങൾ അറിയുകയില്ല. KPCC അധ്യക്ഷൻ പറഞ്ഞതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട എന്ന് പുറമേക്ക് പറയുകയാണ് PMA സലാം ചെയ്യുന്നത്. ഗൗരവമായി അന്വേഷിക്കണം എന്നത് അദ്ദേഹം ഇതൊരു വ്യാജ ആരോപണമാണെന്നും ആ വ്യാജ ആരോപണം ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇതിനെക്കുറിച്ച് ഈ 30-ാം തീയതി ചേരുന്ന UDF യോഗത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നും സുധാകരനോട് ഇക്കാര്യങ്ങൾ ചോദിക്കുമെന്നും സലാം പറഞ്ഞു. റൈറ്റ്. ലീഗിനെ നേതാക്കളെയും താറടിക്കാനുള്ള ശ്രമമെന്ന മുസ്ലിം ലീഗിന്റെ വക്താവ് കൂടിയായ PMA സലാമിന്റെ നിലപാട് വ്യാജ ആരോപണമാണ് നടക്കുന്നത്. K സുധാകരന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അല്പം മുൻപ് സംസാരിച്ചു. CV അനുമോദാണ് വിവരങ്ങൾ നൽകുക. അതേസമയം PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ അഭിഭാഷകൻ TP ഹരീന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ള വിഷയമാണെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. ആരോപണം പരിശോധിക്കേണ്ടതുണ്ട്. അഭിഭാഷകനുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും K സുധാകരൻ പറഞ്ഞു. ഷുഹൈബ് വധക്കേസ്, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുകളിലെ പ്രതി ആകാശ് തിലങ്കരിക്ക് പൊതുവേദിയിൽ ട്രോഫി സമ്മാനിച്ച് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജൻ. തിലങ്കരി പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായാണ് ട്രോഫി നൽകിയത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ ആകാശ് തിലങ്കരി അടക്കമുള്ളവരെ ഒറ്റപ്പെടുത്തണമെന്ന് ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ നടത്തിയിരുന്നു. സമൂഹ മാധ്യമ യുദ്ധത്തിന്റെ പേരിൽ ഡിവൈഎഫ്ഐ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ രോഗികളെ വലച്ച് വിചിത്രമായ കുറിപ്പടികൾ എഴുതുന്ന ഡോക്ടർ സത്യങ്കപാണിയെ മാറ്റി നിർത്തും. ഡോക്ടറുടെ ആരോഗ്യ മാനസിക നില പരിശോധിക്കാനും തീരുമാനമായി. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ രാജൻ ആശുപത്രി സന്ദർശിച്ചു. വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാനാകുന്ന BLDC ഫാനുകളുമായി ടീസർ. വീടുകളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ഫാനുകൾക്ക് 100 വാട്ട്സ് വരെ വൈദ്യുതി വേണ്ടിവരുമ്പോൾ BLDC ഫാനുകൾക്ക് ഇതിന്റെ 1/3 വൈദ്യുതി മാത്രമേ
വേണ്ടിവരുന്നുള്ളൂ എന്ന് ടീസർ ഇന്ത്യ അപ്ലയൻസസ് മേധാവി ബി രാജൻ അവകാശപ്പെട്ടു. വീടിന്റെ ഇന്റീരിയറിന് അനുസൃതമായി ഫാനുകൾ കസ്റ്റമൈസ് ചെയ്ത് നൽകും. പുതിയ പ്രോഡക്റ്റുകൾ കൊല്ലം മയൂരി ഹോം അപ്ലയൻസിൽ ലോഞ്ച് ചെയ്തു. ലോഞ്ചിന്റെ ഭാഗമായി BLDC ഫാനുകൾക്കൊപ്പം കുട്ടികൾക്കായി തയ്യാറാക്കിയ ഫാന്റസി ഫാനുകൾ സൗജന്യമായി ലഭിക്കും. നമുക്ക് കറണ്ട് ബില്ലിൽ 70% വരെ ലാഭിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് BLDC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. DC ആണ്. ഇൻവെർട്ടറിലും വർക്ക് ചെയ്യും, സോളാർ പാനലിലും വർക്ക് ചെയ്യും. പിന്നെ അതിന് പുറമേ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് BLDC ഫാനിനോടൊപ്പം ഞങ്ങൾ ഒരു ലോഞ്ചിങ് ഓഫറായിട്ട് ഒരു ഫാൻറ്റസി ഫാൻ, അതായത് കുട്ടികൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാൻറ്റസി ഫാൻ, ഒരു 6 മോഡൽ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ മോഡൽസും ഒരു ഫാനിനോടൊപ്പം ഗിഫ്റ്റായിട്ട് ലോഞ്ചിങ് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. മയൂരിയുടെ കേരളത്തിലെ എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും. പിന്നെ മറ്റുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഓൾ ഇന്ത്യ നമ്മൾ ലോഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.